വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു വെള്ളക്കടല കറി വെച്ചാലോ? അതിനായി 1.5 കപ്പ് കടല ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പൊടികൾ ചൂടാക്കിയെടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇവയൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ചൂടാക്കാം. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കേണ്ടത്. അതുകൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം കൂടി ചെറിയ തീയിൽ നന്നായി ഒന്ന് ചൂടാക്കിയെടുത്ത് നമുക്കതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു കുക്കറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളക്കടല ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സബോള നീളത്തിലരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി വലിയൊരു തക്കാളിയും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ചെറിയൊരു കഷ്ണം, 5-10 വെളുത്തുള്ളി എന്നിവയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. കടല ഒന്ന് മുകൾ ഭാഗം കാണുന്നവരെ കടലയുടെ മുകൾ ഭാഗത്ത് നിൽക്കുന്ന തരത്തിൽ നമുക്ക് വെള്ളവും ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം നമുക്കിവയെ അടച്ചു വെച്ച് വേവിക്കാനായി വെക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേവിക്കാനായി വെക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് അല്പം കറി ഒന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ ഇവിടെ കറിയെല്ലാം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് കറി കാച്ചി ഒഴിക്കാം. അതിനായി ചെറിയൊരു ചട്ടി അടുപ്പിൽ വെച്ച് നമുക്കതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയെല്ലാം ഒന്ന് നന്നായി മൂത്ത് വന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി കുറച്ച് ഒരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇവ നന്നായി ഒന്ന് മൊരിഞ്ഞു വരട്ടെ. ഇപ്പോൾ ഇവിടെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ പാകമാകുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.